കനത്ത ചൂടിൽ വെന്തുരുകി കേരളം. സംസ്ഥാനത്ത് ഇന്ന് 7 പേർക്ക് സൂര്യാതപമേറ്റു. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. ഉയർന്ന അൾട്രാവയലറ്റ് സൂചികയെ തുടർന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. സാഹചര്യം വിലയിരുത്താൻ ഉന്നതതല യോഗം വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ മാസം 27 വരെ ഉയർന്ന താപനിലയും ഉഷ്ണതരംഗ മുന്നറിയിപ്പും തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പാലക്കാട്, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം വളാഞ്ചേരിയിൽ വീട്ടുമുറ്റത്ത് കളിക്കുകയായിരുന്ന 2 കുട്ടികൾക്ക് സൂര്യാതപമേറ്റു. ചെമ്മാട് വാഹനം കാത്തുനിൽക്കുന്നതിനിടെ 2ാം ക്ലാസ്സുകാരനും പൊള്ളലേറ്റു. കൊണ്ടോട്ടിയിൽ ആശാരി ജോലിക്കിടെയാണ് ഒരാൾക്ക് സൂര്യാതപമേറ്റത്. പാലക്കാട് ചാലിശ്ശേരിയിൽ സൂര്യാതപമേറ്റതിനെ തുടർന്ന് ഒരാൾ ചികിത്സ തേടി. കോട്ടയം വൈക്കത്ത് വിറക് ശേഖരിക്കുന്നതിനിടെയാണ് വീട്ടമ്മയ്ക്ക് സൂര്യാതപമേറ്റത്. കുന്നംകുളത്ത് കാറിൽ സഞ്ചരിക്കുന്നതിനിടെ 55-കാരനും സൂര്യാതപത്തെ തുടർന്ന് പൊള്ളലേറ്റു. കാറിന് പോയി ഏസിട്ടുണ്ടായിരുന്നില്ല, ഗ്ലാസ് തുറന്നിട്ടിട്ട് പോയി. അവിടെ ചെന്ന് വടക്കാഞ്ചേരി റോഡിലേക്ക് കുന്നംകുളത്ത് നിന്ന് അങ്ങോട്ട് തിരിഞ്ഞുള്ളൂ. അവിടത്തേനും വയറിൻ്റെ ഈ സൈഡ് മാത്രമായിട്ട് ഇങ്ങനെ ഇവിടെ മാത്രം ഇങ്ങനെ പൊള്ളല് ചുട്ട് കത്തൽ തുടങ്ങി. ആലുവ പഴങ്ങനാട് പാർക്ക് ചെയ്തിരുന്ന ബൈക്കിന്റെ സീറ്റ് കത്തിയത് പരിഭ്രാന്തിയുണ്ടാക്കി. അതേസമയം പാലക്കാട് താപനിലയിൽ നേരിയ കുറവ് രേഖപ്പെടുത്തി. 39.7 ഡിഗ്രി സെൽഷ്യസാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. കൊല്ലം, തൃശൂർ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉയർന്ന താപനില നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അമീബിക് മസ്തിഷ്കജ്വരം വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. കേരളത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചികകൾ രേഖപ്പെടുത്തുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അതേസമയം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെറിയ തോതിൽ വേനൽ മഴ ലഭിച്ചത് അല്പം ആശ്വാസമായിട്ടുണ്ട്. അടുത്ത 5 ദിവസം സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. സാഹചര്യം വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നതതല യോഗം വിളിച്ചു. രാവിലെ 11 മണിക്കാണ് ഓൺലൈനായി യോഗം ചേരുക. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.